ഒരു ഭക്തൻ എന്താ ഉണ്ടാവുക? ഭക്തൻ ഈശ്വരൻ തൻ്റെ 4 ഭാഗത്തുമുണ്ട് എന്ന് മനസ്സിലാക്കും. അങ്ങനെയുള്ള ഒരു ഭക്തന് പിന്നെ ഭയം ഉണ്ടാവുന്നില്ല. അമ്മയുടെ മടിയിൽ നിശ്ചിതനായിരിക്കുന്ന യാതൊരു ഭയവുമില്ലാതെ ഇരിക്കുന്ന കുഞ്ഞിനെ പോലെ ഉപാസകനും ഭയമില്ലാത്തവനായിട്ട് തീരുന്നു എന്നർത്ഥം. പലപ്പോഴും കുട്ടികളെയൊക്കെ കളിക്കാൻ വിടുന്ന സമയത്ത് കുട്ടികൾ ആരെങ്കിലും വന്ന് പേടിപ്പിച്ചാൽ അമ്മയെന്ന് പറഞ്ഞ് ഓടുകയാണ് ചെയ്യുക. എന്നിട്ട് നേരെ അമ്മയുടെ മടിയിൽ പോയി ഇരുന്നാൽ പിന്നെ കുഞ്ഞിന് ഭയമല്ല. കാരണം തന്നെ രക്ഷിക്കാൻ തൻ്റെ അമ്മയ്ക്ക് കഴിയും എന്ന ഒരു ഉത്തമ വിശ്വാസം ആ കുഞ്ഞിന് ഉണ്ട്. അത് നൈസർഗികമായിട്ടുള്ളതാണ്. അതുപോലെ നൈസർഗികമായി ഉണ്ടാവേണ്ടതാണ് ഭഗവാനോടുള്ള നമ്മുടെ ഭക്തിയും. സമസ്ത പ്രപഞ്ചവും ഈശ്വരനാൽ പ്രകാശിതമായതാണ്. ഈശ്വരനാണ് എല്ലാത്തിനെയും പ്രകാശിപ്പിച്ചിരിക്കുന്നത്. സൂര്യനിലായാലും ശരി, ചന്ദ്രനിലായാലും ശരി, നക്ഷത്രങ്ങളിലായാലും ശരി, അതിലെല്ലാം ഈശ്വരൻ്റെ ജ്യോതി നമുക്ക് കാണാം, ഈശ്വരൻ്റെ പ്രകാശം നമുക്ക് കാണാം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് അപ്പോൾ ഇപ്പോഴെങ്ങനെയാണ് മനസ്സിലാക്കുക? അപ്പോൾ ഇതെങ്ങനെയാണ് മനസ്സിലാക്കുക എന്ന് ചോദിച്ചാൽ, സൂര്യനെ കാണുമ്പോൾ സൂര്യൻ്റെ പ്രകാശത്തിന് കാരണമായ ഭഗവാന്റെ പ്രകാശത്തെക്കുറിച്ച് ചിന്തിക്കണം. ചന്ദ്രനെ കാണുമ്പോൾ, നക്ഷത്രങ്ങളെ കാണുമ്പോൾ, ഈ സമസ്ത പ്രപഞ്ചവും കാണുമ്പോൾ ഒരു സാധകൻ കാണേണ്ടത് ആ കാണുന്ന വസ്തു മാത്രമല്ല, അതിൻ്റെ പിന്നിലുള്ള, അതിനെ നിർമ്മിച്ചിരിക്കുന്ന, അതിനെ സസ്റ്റെയിൻ ചെയ്യിപ്പിക്കുന്ന, നിലനിർത്തുന്ന, അതിനെ ഡിസോൾവ് ചെയ്യുന്ന പ്രകാശമാനമായ ഭഗവാനെയാണ്. അത് ഈശ്വരൻ്റെ ഒരു ജ്യോതിയായിട്ടാണ് നമ്മൾ കാണുന്നത്. ഇത് പിന്നെ മനോഹരമായിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു മന്ത്രമുണ്ട് കഠോപനിഷത്തിൽ. ന തത്ര സൂര്യോഭാതി ന ചന്ദ്രതാരകം നേമാ വിദ്യുതോ ഭാന്തി കുതോയമഗ്നിഹി തമേവ ബന്ധമനുഭാതി സർവം തസ്യ ഭാസ സർവമിതം വിഭാതി എന്ന് പറഞ്ഞിട്ട് മനോഹരമായ, എനിക്ക് ഏറ്റവും എൻ്റെ ഹൃദയത്തിൽ എപ്പോഴും ഞാൻ അറിയാതെ പോലും ചൊല്ലിപ്പോകുന്ന ഒരു മന്ത്രമാണിത്. ന തത്ര സൂര്യോഭാതി ന ചന്ദ്രതാരകം നേമാ വിദ്യുതോ ഭാന്തി കുതോയമഗ്നിഹി തമേവ ബന്ധമനുഭാതി സർവം തസ്യ ഭാസ സർവമിതം വിഭാതി. കഠോപനിഷത്തിൽ വളരെ മനോഹരമായി പറഞ്ഞിരിക്കുന്ന എന്താ അതിനർത്ഥം എന്നറിയാമോ? ആ അർത്ഥം അറിയുമ്പോഴാണ് നമ്മളെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരിക. സൂര്യന് അവനെ പ്രകാശിപ്പിക്കാൻ കഴിയില്ല. സൂര്യൻ ബാക്കിയുള്ള ലോകത്തുള്ള സർവ്വതിനെയും പ്രകാശിപ്പിക്കുന്ന സൂര്യനാണ്. പക്ഷെ സൂര്യന് ഭഗവാനെ പ്രകാശിപ്പിക്കാൻ കഴിയില്ല. ചന്ദ്രന് ഭഗവാനെ പ്രകാശിപ്പിക്കാൻ കഴിയില്ല. നക്ഷത്രങ്ങൾക്ക് ഭഗവാനെ പ്രകാശിപ്പിക്കാൻ കഴിയില്ല. മിന്നലിന് ഭഗവാനെ പ്രകാശിപ്പിക്കാൻ കഴിയില്ല. പിന്നെ അഗ്നിയുടെ കാര്യം പറയേണ്ടതില്ലല്ലോ എന്നാണ് ഈ മന്ത്രത്തിൽ പറയുന്നത്. യഥാർത്ഥത്തിൽ ആ ഭഗവാന്റെ പ്രകാശത്തിൽ, ആ ബ്രഹ്മപ്രകാശത്തിൽ ഈ സമസ്ത ലോകവും പ്രകാശിപ്പിക്കപ്പെടുന്നു എന്ന് കഠോപനിഷത്ത് നമ്മളോട് പറഞ്ഞു തരുന്നു. ഭഗവാന്റെ ആ ഒരു ബ്രഹ്മതത്വത്തിൻ്റെ മഹാത്മ്യത്തെ, തേജസ്സിനെ വിശദീകരിക്കാനാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി HIV എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.